ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 4 ഓഫ് സ്റ്റഡി ചലഞ്ച് ആണ്. അതിൻ്റെ ഇപ്പോൾ ടൈം വന്നിട്ട് 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു രാത്രി ഫുള്ളിരുന്ന് പഠിക്കണം എന്നാണ്. ഒരു പുള്ളി ഞാൻ ഓൾനൈറ്റർ റൂട്ട്മേ എടുക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു ഉറപ്പില്ല ഇത് എവിടം വരെ പോകുന്നു. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങും, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള മൂടൊക്കെ പോവും. അറിയില്ല, നമുക്ക് പറ്റുന്നിടത്തോളം പഠിക്കാം. പിന്നെ ഞാൻ ഈ രാത്രിയൊക്കെ മൊത്തം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എക്സാമിന് തലേദിവസമൊക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല പഠിക്കാൻ പറ്റുമോയെന്ന്. നമ്മളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പഠിക്കാൻ വിചാരിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പഠിച്ച് മടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്നെ മാത്സിലോട്ട് പോകും, അല്ലെങ്കിൽ കെമിസ്ട്രി തന്നെ പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റ് സർവൈവ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. സോ സമയം കളയാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഗൈസ്, പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ച എവിടം വരെ എത്തി, എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയെന്ന്. ഞാൻ ഇന്ന് കെമിസ്ട്രീൻ്റെ കാര്യം പറയും. കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യം പഠിച്ചതാണ്. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഒട്ടും ഓർമ്മയില്ലാത്ത ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും തെർമോഡൈനാമിക്സ്, ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബാക്കി 6 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്, അത്യാവശ്യം കോൺസെപ്റ്റൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് പഠിക്കണം. പിന്നെ ഈ ഒരു ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഡേ 2 ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചതാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഈ ഒരു 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ചാപ്റ്റേഴ്സും ഒരു 20-25 മിനിറ്റിൽ കവർ ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ പെട്ടെന്ന് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്കിനി ആ ചാപ്റ്റർ പഠിക്കാം. ഗൈസ്, ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 4 ചാപ്റ്റേഴ്സിൻ്റെ ഒരു റിവിഷൻ വീഡിയോ എല്ലാം കണ്ടുതീർത്തിട്ടുണ്ട്. വീഡിയോസിനൊക്കെ ഭയങ്കര ലെങ്ത്ത് കുറവാണ്, പക്ഷെ ഞാൻ കണ്ടുതീർത്തപ്പോൾ കുറച്ച് ടൈം കൂടുതലെടുത്തതെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോ കാണുന്ന മുമ്പ് ഞാൻ ഈ ഒരു ഗൈഡ് ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ടാണ് വീഡിയോ കാണുന്നതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കുറച്ച് ടൈം കൂടുതലെടുത്തത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. യൂട്യൂബിൽ തന്നെ കുറച്ചുണ്ടാവും. സോ നമുക്കിനി അത് വർക്കൗട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് അത്യാവശ്യം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഐപാഡിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചാർജ് ആക്കിയിട്ട് ബാക്കി പഠിക്കാം. അങ്ങനെ ചാർജ് കയറുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ബെഡിൽ കിടന്നുള്ളൂ. അപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. സത്യം പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മാത്സിൽ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും കൂടെ തീർക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ബട്ട് നടന്നില്ല. പിന്നെ കിടന്നിട്ട് രാവിലെ എണീക്കുന്നതാണ് ഈ 10 മണി കഴിഞ്ഞിട്ടും. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ല. ഒരു പുള്ളിങ് ആൻഡ് ഓൾനൈറ്റർ കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് എന്നാലും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കി. ടോട്ടൽ പറയുകയാണെങ്കിൽ 6 ചാപ്റ്റേഴ്സ്. ഇനി ബാക്കി നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ അങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഡേ 4 ഓഫ് സ്റ്റഡി ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഡേ 5 വരുന്നതായിരിക്കും. അപ്പോൾ അത്ര വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.